Hello guys, welcome back to my YouTube channel, that is Jaya Thomas Vlog. അത് പറഞ്ഞപ്പോൾ ആകാശത്തോടെ ഒരു വിമാനം പോകുന്നുണ്ട്. ഓക്കെ, എനിവേ, അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഉണ്ടല്ലോ, എനിക്ക് കുറച്ച് ഇമോഷണലി കുറച്ചൊരു പ്രശ്നമുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പല തവണ എൻ്റെ യൂട്യൂബ് ചാനലിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഇച്ചിരി ഇമോഷണലി ഇങ്ങനെ ട്രബിളുള്ള ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ നേരെ ഇംഗ്ലീഷിലങ്ങ് സംസാരിക്കും. അങ്ങനെ ഒന്ന് രണ്ട് തവണ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഇംഗ്ലീഷിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും മലയാളികളിലാണല്ലോ, സബ്സ്ക്രൈബേഴ്സ് കൂടുതലും കേരളത്തിൽ നിന്നാണല്ലോ. അപ്പോൾ യൂട്യൂബ് അൽഗോരിതവും വെച്ചിട്ടും പിന്നെ മലയാളികളായതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പം എന്താണോ അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുന്ന ഒരു മെസ്സേജ് ആൾക്കാരുടെ അടുത്തോട്ട് എത്താറില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു 10-20 പേരെ കണ്ടിട്ട് അതവിടെ നിൽക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ ഈ പറയുന്ന ഈ കാര്യമുണ്ടല്ലോ, എനിക്ക് ഒത്തിരി പേര് അത് കേൾക്കണം, അതിനെക്കുറിച്ച് അവെയർ ആണെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം അല്ലേ. ലെറ്റ് മീ ഗെറ്റ് ഇൻ ദ ടോപ്പിക്. ഒരു ഡിസ്ക്ലെയിമർ പോലെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് പറയുന്നതിൻ്റെ പല സന്ദർഭത്തിലും എൻ്റെ തൊണ്ട ഇടറാനും ചിലപ്പോൾ കണ്ണിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഇമോഷണലി കുറച്ച് പ്രശ്നമുള്ള ടോപ്പിക്കാണെന്നുള്ളത്. എനിവേ, ഞാൻ ഒത്തിരി ഇങ്ങനെ വലിച്ചു നിൽക്കുന്നില്ല, നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ഞാനിങ്ങനെ പുറത്തിരുന്ന് സംസാരിക്കുന്നത് ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇന്നും പതിവ് പോലെ ഞാൻ കാറിൻ്റെ അകത്ത് കയറി കാർ സ്റ്റുഡിയോ എന്ന് വീഡിയോ എടുക്കാനായിട്ട് നോക്കി. പക്ഷെ ഭയങ്കര ചൂട്, കാറിൻ്റെ അകത്ത് ഏകദേശം നമ്മളിങ്ങനെ ഓവനകത്തൊക്കെ ഇരിക്കുന്ന പോലത്തെ അവസ്ഥ, ഭയങ്കര ചൂട്. പിന്നെ എ സി ഒക്കെ ഇട്ട്, അതിൻ്റെ ആവശ്യമില്ലല്ലോ, എ സി ഒക്കെ ഇട്ട് ഒന്നാവിടെ ഗ്യാസിൻ്റെ വിലയൊക്കെ ഭയങ്കരമായിട്ട് കൂടി വരുവാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആർഭാടം കാണിച്ച് എ സി ഒക്കെ ഇട്ടിരുന്ന് വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് പുറത്താണെങ്കിൽ അത്യാവശ്യം കുറച്ച് കാറ്റൊക്കെ ഉണ്ട്. ചൂടുണ്ടെന്നുണ്ടെങ്കിലും കാറ്റ് വരുന്ന കാരണം ഒരു സുഖമുണ്ട്. ഓക്കെ, ലെറ്റ് us get to the topic. ഇതൊന്നുമല്ല, നമുക്ക് പറയാനുള്ള ടോപ്പിക്കിലോട്ട് കിടക്കാം. അപ്പം ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഇങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ കാണും അല്ലേ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ എനിക്ക് ആഗ്രഹമുള്ള, ഭയങ്കര ആഗ്രഹം എന്നല്ല, ഭയങ്കര സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങൾ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടാറുണ്ട്. അപ്പം അതെന്താന്നുള്ളത് ഞാൻ പറയാം. പക്ഷെ എനിക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം, ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പം വേറൊരു കാര്യമായിരിക്കും, നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യമായിരിക്കത്തില്ല എനിക്ക് സന്തോഷം കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് വേറൊരു കാര്യമായിരിക്കും. അതെന്താ, അപ്പം എൻ്റെ കാര്യം എന്താണെന്നുള്ള ഉടനെ തന്നെ ഞാൻ പറയാം. ഇപ്പം എൻ്റെ ഒരു ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദൈവം സഹായിച്ച്, ദൈവാനുഗ്രഹം കൊണ്ടും എൻ്റെ പേരൻസിൻ്റെ പ്രാർത്ഥന കൊണ്ടും എൻ്റെ ഒത്തിരി കഠിനാധ്വാനമൊക്കെ കൊണ്ട് കുറേ നല്ല മൊമെന്റ്സ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ കുറേ കരിയർ അച്ചീവ്മെന്റ്സ് ഒക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കരിയർ അച്ചീവ്മെന്റ്സ് എന്നൊക്കെ ഞാൻ മെയിനായിട്ടും എനിക്ക് സന്തോഷം കിട്ടുന്നത്, നമ്മുടെ പേരൻസിനെ പ്രൗഡാക്കുന്ന മൊമെന്റ്സ് ഉണ്ടാകുമ്പോഴല്ലോ നമുക്ക് സന്തോഷം കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള മൊമെന്റ്സ് ഒക്കെ ദൈവം സഹായിച്ച് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പം എനിക്ക് സന്തോഷം കിട്ടാറുണ്ട്. പക്ഷേ ആ സന്തോഷത്തിനെക്കാട്ടിലും ഒക്കെ കൂടുതൽ ആരെങ്കിലും ഇങ്ങനെ പറയുമ്പം എനിക്ക് ഭയങ്കര ഒരു, എന്താ പറയുക, ഭയങ്കര ഒരു റിലീഫ്, അല്ലെങ്കിൽ ഒരു നെടുവീർപ്പിന് ഒരു മോചനം, അല്ലെങ്കിൽ ഒരു ഇന്നർ ഹീലിംഗ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു സംഭവം എനിക്ക് ഒരു ഡയലോഗ് പറയുന്ന ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും. അതെന്താന്ന് വെച്ചാൽ, ഇപ്പം ആരെങ്കിലും എന്നോട് പറയുകയാണ്, നല്ല രസം ഉണ്ടായിരുന്നല്ലോ സംസാരം കേൾക്കാൻ, നല്ലപോലെ സംസാരിച്ചല്ലോ, യു പ്രസന്റഡ് ദ ടോപ്പിക് വെരി വെൽ എന്നൊക്കെ പറയത്തില്ലേ. ഇപ്പൊ കഴിഞ്ഞ എൻ്റെ 1-2 യൂട്യൂബ് വീഡിയോസ് ഒക്കെ യൂട്യൂബിന് എന്നോട് ദയവ് തോന്നിയിട്ട് എൻ്റെ യൂട്യൂബിൽ 1-2 വീഡിയോസ് ഒക്കെ കുറച്ചൊന്ന് റീച്ച് ആയി കേട്ടോ. അപ്പൊ അതിന്റെ അടിയിലൊക്കെ താഴെ വന്നിട്ട് ഇങ്ങനെ 1-2 ഒരു 6-7 കമന്റ് ഒക്കെ ഞാനിങ്ങനെ കണ്ടു, ലൈക്ക് വെരി ഗുഡ് പ്രസന്റേഷൻ, നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാനെന്ന്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് കിട്ടിയ സന്തോഷം ഉണ്ടല്ലോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഇന്നർ ഹീലിംഗ് ആണ് അവിടെ സംഭവിച്ചത്. അപ്പൊ അതിനൊരു കാര്യമുണ്ട്. അതിന്റെ കാര്യം എന്താണെന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പൊ കാര്യം എന്താന്ന് വെച്ചാൽ, എൻ്റെ ഒരു ചെറുപ്പത്തിൽ, എനിക്കൊരു 7 വയസ്സ് ഒക്കെ ഉള്ള സമയത്ത് ഞാനൊരു ഭയങ്കര ഒരു പാവം, ഇപ്പോഴും ഞാൻ പാവമാണ്, പാവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര ഷൈ, ഭയങ്കര ഇങ്ങനെ പറയത്തില്ലേ, ആളുണ്ടോന്ന് പോലും അറിയത്തില്ല, ആ ക്ലാസ്സിൽ ആളുണ്ടോന്ന് പോലും അറിയത്തില്ല, അല്ലെ ആ വീട്ടിൽ ആ കൊച്ചുണ്ടോന്ന് പോലും അറിയത്തില്ല, അങ്ങനെയൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു കൊച്ചായിരുന്നു. ഭയങ്കര ഒരു മിണ്ടാത്ത കൊച്ച്. ദാറ്റ്സ് ഇറ്റ്, മിണ്ടാത്ത കൊച്ച്. അപ്പൊ ഈ മിണ്ടാത്ത കൊച്ചിന് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, അപ്പൊ അന്ന് എന്റെ ക്ലാസ്സിൽ കുറെ ഇങ്ങനെ മിണ്ടുന്ന കൊച്ചുങ്ങളുണ്ടായിരുന്നു, ലൈക്ക് സൂപ്പർ സ്മാർട്ട് എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ഒരു കൊച്ചുങ്ങൾ, ഒരു 3-4 പിള്ളേര്. അപ്പൊ ഈ ഗ്യാങ് കുട്ടികൾ ചേർന്നിട്ട് എനിക്കൊരു പേരിട്ടു, മിണ്ടാപ്രാണി. ഇങ്ങനെ മിണ്ടായിരിക്കുന്നോണ്ടായിരിക്കും അവർക്ക് ഒരു രസം തോന്നി അവരൊരു പേരിട്ടു, മിണ്ടാപ്രാണി എന്ന്. പക്ഷെ എന്നെ അത് ഭയങ്കരമായിട്ട് അങ്ങ് തളർത്തി എന്ന് വെച്ചാൽ തകർത്ത് കളഞ്ഞെന്ന് വേണേൽ പറയാം. ലൈക്ക് ഐ എഫക്റ്റഡ് മീ എ ലോട്ട്. അപ്പം ആ പേര് അന്ന് എന്നെ ആ പേര് വിളിച്ചോ, അന്ന് തൊട്ട് ഒരുപക്ഷെ എനിക്ക് അറിയാമായിരുന്നായിരിക്കാം, എനിക്കത് ഞാനിങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ ഞാനിങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുമ്പം എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നായിരിക്കാം
ഓ ഞാൻ മിണ്ടുന്നില്ലല്ലോ, ബാക്കി എല്ലാ പിള്ളേരും എന്തോരം മിണ്ടുന്നുണ്ട്, എനിക്ക് അവരെ പോലെ ഒന്നും സ്മാർട്ടായിട്ട് മിണ്ടാൻ പറ്റുന്നില്ലെന്നോ എന്നുള്ള ചിന്തയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നായിരിക്കാം. അതുകൊണ്ടായിരുന്നായിരിക്കാം ചിലപ്പോൾ ഇവരിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞപ്പോഴത്തേനും, മിണ്ടാപ്രാണി എന്ന് വിളിച്ചപ്പോഴത്തേനും എനിക്കത് ഭയങ്കരമായിട്ട് തന്നെ ഫീലായി, ഹർട്ടായി. അതൊരു വല്ലാത്തൊരു ട്രോമയായി എൻ്റെ ലൈഫിൽ അങ്ങ് നിന്നു എന്ന് വേണേൽ പറയാം. അപ്പൊ ഞാൻ അന്ന് കുറെ അങ്ങ് കരഞ്ഞു, കുറെ വിഷമിച്ചു. അന്ന് കരഞ്ഞ് വിഷമിച്ച് അതവിടെ തീർന്നില്ല. അന്ന് തൊട്ട് കുറേ വർഷങ്ങൾ, 1-2 വർഷമല്ല, ഇന്നും ഇവിടെ ഇരിക്കുമ്പോഴും എവിടെയൊക്കെ ആ ഒരു 7 വയസ്സുള്ള കൊച്ചു ഉണർന്ന് വരാറുണ്ട് ഇടയ്ക്കൊക്കെ. ഓക്കെ, കുറേ വർഷങ്ങൾ ഞാൻ അതോർത്ത് ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. ലൈക്ക് അപ്പൊ എനിക്ക് തോന്നും ആ കാലഘട്ടത്തിലൊക്കെ, സത്യം പറയുകയാണെങ്കിൽ ഒരു 10ാം ക്ലാസ് വരെ, ഒരു 7 വയസ്സ് തൊട്ടൊരു 7 വയസ്സാണോ 6 വയസ്സാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ, ആ ഒരു സമയം തൊട്ട് ഒരു 10ാം ക്ലാസ് വരെ ഞാനിങ്ങനെ വിഷമിക്കും. ലൈക്ക് എനിക്കൊന്നിനും എന്നെ കൊള്ളത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സംഭവം ഉണ്ടായ സ്കൂളിൽ നിന്ന് എനിക്ക് 4ാം ക്ലാസ് വരെ ആ സ്കൂളുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സ്കൂൾ മാറി. 4ാം ക്ലാസ് വരെയുള്ള ആ സ്കൂളുള്ളൂ. അത് കാരണം നമുക്ക് വേറെ സ്കൂൾ മാറണമല്ലോ. അങ്ങനെ വേറെ സ്കൂളിൽ പോയപ്പം പന്തം കൊളുത്തി പട എന്നൊക്കെ പറയത്തില്ലേ, പട പേടിച്ച്, എന്താ പറയുന്ന, പട പേടിച്ച് ചെന്നപ്പോ അവിടെ പന്തം കൊളുത്തി പടയായിരുന്നു പറയുന്ന പോലെ ഒരു അവസ്ഥയായിരുന്നു. കാരണം ആ സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ അന്നത്തെ ടൗണില് അത്യാവശ്യം നമ്പർ 1 ആയിട്ടുള്ള ഒരു സ്കൂളാണ്. അന്ന് എൻ്റെ അവിടെ ഒത്തിരി സ്കൂളൊന്നും ഇല്ല. ഇത് 10-20 എത്ര വർഷമായി, 10-30 വർഷം മുന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒത്തിരി സ്കൂള്, നമുക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ഒത്തിരി സ്കൂളുകളൊക്കെ എല്ലായിടത്തും കാണും. അന്നൊക്കെ നമ്മുടെ ടൗണിലൊക്കെ 1-2 സ്കൂളേ ഉള്ളൂ. ഒന്നില്ലേ ആ സ്കൂളിൽ പോവുക, അല്ലെങ്കിൽ ഈ സ്കൂളിൽ പോവുക. അപ്പം ആ സ്കൂളിൽ ഞാൻ ചെല്ലുന്നു. ആ സ്കൂളിൽ ചെന്നപ്പോ എന്ത് പറ്റി, എൻ്റെ ടൗണിലെ എൻ്റെ സ്ഥലത്തെ എല്ലാവരും ആ സ്കൂളിലാണ്. എല്ലാവരും ആ സ്കൂളിലാന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിന്റെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഐ സ്റ്റിൽ റിമെമ്പർ ലൈക്ക് 69 പിള്ളേരാണ് ആ ക്ലാസ്സിൽ. ഈ 69 പിള്ളേരുള്ള ക്ലാസ്സിൽ പന്തം കൊളുത്തി പടയായിട്ട് ഞാൻ ചെന്നു. അപ്പൊ ഞാൻ മൊത്തത്തിൽ തകർന്നാലോ ചെല്ലുന്നത്. ലൈക്ക് എൻ്റെ മുടിയൊക്കെ ഒരു വഴി പോയി. ഓക്കെ, ഞാൻ മൊത്തത്തിൽ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല ഉള്ള ഒരു വികാരങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഞാൻ ആ ഒരു സ്കൂളിൽ ചെന്ന് വെട്ടപ്പോഴത്തേനും 69 പിള്ളേരുടെ ഇടയിൽ എന്നെ ആര് മൈൻഡ് ചെയ്യാൻ, എന്നെ ആര് നോക്കാൻ, എന്നെ ആര് പ്രൊമോട്ട് ചെയ്യാൻ, എന്നെ ആര് എൻകറേജ് ചെയ്യാൻ, നത്തിങ്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു 70 പിള്ളേരുടെ ഇടയിൽ നമ്മളൊന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നിനും ഔട്ട് സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ കയറി വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ വീണ്ടും വീണ്ടും സത്യം പറഞ്ഞാൽ ഞാനൊരു 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുവായിരുന്നു. എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ വൈസ് അല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്കൂളെന്ന് കാണുന്നത്, സ്കൂളിൽ നമ്മൾ വിദ്യാഭ്യാസം മാത്രമല്ല നമുക്ക് അവിടെ വേണ്ടത്. ഒരു കുട്ടിക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേണം, ഇമോഷണൽ ഗ്രോത്ത് വേണം, അതൊക്കെ വേണം. കാരണം നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം, നമ്മുടെ ദിവസത്തിലെ 90% ഓഫ് ടൈം നമ്മൾ സ്കൂളിൽ ഫ്രണ്ട്സും ടീച്ചേഴ്സും ആയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അവിടെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഗ്രോ ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ്. നമ്മൾ വീടും നമ്മുടെ പേരൻസുമായിട്ട് നമുക്ക് ബന്ധമുള്ള എപ്പോഴാണ്, നമ്മൾ വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് കുറച്ച് സമയം, ബാക്കി എല്ലാ സമയവും നമ്മൾ സ്കൂളിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ആ സ്കൂളിന്റെ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഹാപ്പി അല്ല, നമുക്ക് അവിടെ ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ ഫീൽ ലൈക്ക് നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു ലൈഫിന്റെ ഒരു അധ്യായം തന്നെ തിരിഞ്ഞു മറിഞ്ഞെന്ന് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. എനിവേ, ഏകദേശം തിരിഞ്ഞു പറഞ്ഞ അവസ്ഥയായി പോയി, എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സ്കൂളിൽ ഞാൻ ചെന്ന് പെട്ടു. അപ്പൊ യാതൊരുവിധ ഞാനെന്നുള്ള ഒരു കുട്ടി ആ ക്ലാസ്സിലുണ്ടെന്ന് അറിയാൻ മേലാത്ത ഒരു അവസ്ഥ. പക്ഷെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് കയറി വരണം, ഞാൻ ഇങ്ങനല്ല. പക്ഷെ എനിക്കത്, ഞാൻ പറഞ്ഞല്ലോ, ചില പിള്ളേർക്ക് സ്വന്തമായിട്ട് കയറി വരാൻ പറ്റും, ലൈക്ക് സ്ട്രോങ് ആയിട്ടുള്ള പിള്ളേർക്ക്. പക്ഷെ ആ സമയത്തൊന്നും ഞാനൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് അല്ല. അപ്പൊ എനിക്ക് എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്ത് കയറി വരാനുള്ള ധൈര്യമില്ല. പക്ഷെ നമ്മളെ പ്രൊമോട്ട് ചെയ്യാനോ നമ്മളെ നോക്കാനോ അവർക്ക് വേറെ ആർക്കും, ഇപ്പം 70 പിള്ളേരുള്ള ഒരു ക്ലാസ്സിൽ ഈ കുട്ടീനെ നമുക്കെങ്കിൽ ഒന്ന് കയറ്റിക്കൊണ്ട് വന്നാലോ എന്ന് ചിന്തിക്കാനും മാത്രമുള്ള ഒരു ബുദ്ധിയും ബോധവും അങ്ങനെയൊന്നും അന്നത്തെ ടീച്ചേഴ്സിനില്ല. ഇന്നത്തെ വിദ്യാഭ്യാസം നാട്ടിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു ക്ലാസ്സിൽ 15-18 പിള്ളേരൊക്കെ മാക്സിമം കാണത്തുള്ളൂ. ഇപ്പൊ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഓരോ കുട്ടിക്കും കിട്ടും, ഓരോ കുട്ടിയും അങ്ങനെ ഗ്രോ ചെയ്യും. കുറച്ചൊന്ന് വീക്കാണ്, കുറച്ചൊന്ന് അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള നിലപാടുകളും കാര്യങ്ങളൊക്കെ കാണും. എനിവേ, അപ്പൊ അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ലൈക്ക് അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ, എന്നെ 7 വയസ്സുള്ളപ്പം കുറച്ച് പിള്ളേർ അങ്ങനെ കളിയാക്കി എന്ന് പറഞ്ഞല്ലോ, അത് എൻ്റെ മനസ്സിൽ ആ ഒരു പേര് അതങ്ങ് ഭയങ്കരമായിട്ട് രജിസ്റ്റർ ആയിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ ഇപ്പോഴും ഞാൻ എൻ്റെ ആ ഒരു കാലഘട്ടമൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പിള്ളേരെ മാത്രമല്ല, എനിക്ക് കുറേ മുഖങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ നിരന്ന് നിന്ന് എന്നോട് ഇങ്ങനെ പറയുന്നു, വായിന്ന് നാക്കില്ലേ, എന്തായാലും വാ തുറന്ന് സംസാരിച്ചൂടെ, എന്ത് ഇങ്ങനെ പഴം വിഴുങ്ങിയ പോലെ ഇരിക്കുന്നത്,
അങ്ങനെയൊക്കെ ഉള്ള ഡയലോഗ്സ്, അല്ലെങ്കിൽ നല്ല ക്ലാസിക് ഡയലോഗ്സ് ഒക്കെ മലയാളികൾക്ക് പറയാം. ക്ലാസിക് ഡയലോഗ്സ് ഒക്കെ നമ്മുടെ ആൾക്കാർക്ക് പറയാൻ അറിയാലോ. ആ വണ്ടി ഒന്ന് നോക്കട്ടെ. ഓക്കെ, ക്ലാസിക് ഡയലോഗ്സ് ഒക്കെ പറയുമല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു 10-12 വയസ്സുള്ള കൊച്ചിന് ഇങ്ങനെയുള്ള ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പം ഞാൻ വീണ്ടും വീണ്ടും തകർന്നു പോകുമായിരുന്നു കേട്ടോ. ലൈക്ക് മേ ബി ഐ ഡോണ്ട് നോ, ഇപ്പൊ ഞാൻ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ ഇമോഷണലി വീക്ക് ആയതുകൊണ്ടായിരുന്നായിരിക്കാം ഞാൻ ഇങ്ങനെയുള്ള ഡയലോഗ്സ് കേൾക്കുമ്പം അത് തന്നെ പിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ആൾക്കാർ മൊത്തം എന്നെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ലല്ലോ പറയുന്നത്, എല്ലാ കാര്യങ്ങളും പല പല കാര്യങ്ങളും പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്റെ മനസ്സിൽ രജിസ്റ്റർ ആയിട്ടുള്ളതും ഞാൻ കേൾക്കാൻ ശ്രമിച്ചതും അല്ലെങ്കിൽ കേട്ടോണ്ടിരുന്നതും ഇങ്ങനത്തെ ഉള്ള ഡയലോഗ്സ് മാത്രമായിരുന്നു. ഇങ്ങനെ ഈ സംസാരത്തെ സംബന്ധിച്ചിടത്തോളം ഡയലോഗ്സ്, വായിൽ നാക്കില്ലേ, പഴമിഴുങ്ങിയിരിക്കുകയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ആരെങ്കിലും എന്നോട് പറയണം, നല്ല രസമുണ്ടായിരുന്നു സംസാരം കേൾക്കാൻ എന്ന് പറയുമ്പം എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം, എനിക്ക് കിട്ടുന്ന ഒരു ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. എനിവേ, അപ്പൊ എന്തായാലും എന്റെ ആ ഒരു സ്കൂൾ കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, പിന്നെ 10ാം ക്ലാസ് എത്തി. 10ാം ക്ലാസ് അന്നത്തെ എനിക്ക് SSLCക്കും അന്നത്തെ മാർക്ക് 550 511. എപ്പോഴും എനിക്കിത് തിരിഞ്ഞു പോകും. ഒന്നില്ല 550 511, 2 മാർക്കിന് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളു. അപ്പൊ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ആ ഒരു മാർക്കിൽ അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്കൂള് ഒരു 10ാം ക്ലാസ് ഒക്കെ ആയപ്പോ തന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയി കേട്ടോ. ഈ 5ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെയൊക്കെ എനിക്ക് ഫ്രണ്ട്സും ഇല്ല. കാരണം ഞാനിങ്ങനെ ആരോടും സംസാരിക്കത്തില്ല, ഞാനിങ്ങനെ ഇരിക്കുമല്ലോ. അപ്പൊ അത് കാരണം എനിക്ക് ഫ്രണ്ട്സ് ഇല്ലെന്നുള്ള മൊത്തത്തിൽ വിഷമങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും. അപ്പൊ 10ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ ഒപ്പിച്ചു. നമുക്കൊരു ഗ്യാങ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. എങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ എക്സ്ട്രാ കരിക്കുലർ ഗ്രോത്ത് ഒന്നും എവിടെയും നടക്കുന്നില്ല. ഇപ്പൊ 511 മാർക്ക് 10 എത്രയാന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്, അതൊന്നും അവിടെ നടക്കുന്നില്ല. എന്നെ ആരും പ്രൊമോട്ട് ചെയ്ത് കൊണ്ട് വരാനും ഇല്ല. അപ്പൊ 10ാം ക്ലാസ് എത്തിയപ്പോൾ 511 മാർക്ക് ആയപ്പോഴത്തേനും നമ്മുടെ ടൗണിലെ അത്യാവശ്യം നല്ലൊരു സ്കൂളാണ് കേട്ടോ അത്. അപ്പത്തേനും നമ്മുടെ ഇങ്ങനെ +2ന്റെ അഡ്മിഷന് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ലിസ്റ്റ് ഇടുമല്ലോ. ലിസ്റ്റ് ഇടുമ്പോഴത്തേനും ഫസ്റ്റ് മെയിൻ ലിസ്റ്റിൽ എന്റെ പേരില്ല. എന്റെ ഫ്രണ്ട്സിന്റെ ആരുടെയും പേരില്ല. നമുക്ക് എല്ലാവർക്കും ഏകദേശം ഈ മാർക്കൊക്കെ തന്നെയാണ്. നമ്മുടെ മാർക്ക് മോശമായിട്ടൊന്നും അല്ല, പക്ഷെ അതിലും നല്ല മാർക്കുള്ള ഒത്തിരി ആ ഒരു സ്കൂളിലോട്ട് വരാനായിട്ട് ബാക്കി വേറെ സ്കൂളിൽ നിന്ന് പഠിച്ച പിള്ളേരും ഒക്കെ അപ്ലൈ ചെയ്യുമ്പം ഒത്തിരി കുറച്ചുകൂടെ മാർക്കുള്ള പിള്ളേർ വരുമ്പോഴത്തേനും നമുക്കില്ല. എന്റെ പേര് ടോപ്പിലില്ല, പക്ഷെ എങ്കിലും 100% ഷുവർ ആണ് എനിക്ക് അവിടെ കിട്ടും എന്നുള്ള കാര്യം ഷുവർ ആണ്. എന്റെ ഫ്രണ്ട്സിന്റെ സിറ്റുവേഷൻ അത് തന്നെ, അവർക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ് സിറ്റുവേഷൻ. അപ്പോഴത്തേനും എന്റെ പേരൻസ് ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞു, എങ്കിൽ പിന്നെ നമുക്ക് ഒന്നില്ലേ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ വേറൊരു സ്കൂൾ മാറാം എന്നുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞു. അപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അന്ന് എനിക്ക് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ പഠിച്ചാൽ മതി, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെയാണ്, എനിക്ക് ഇവിടെ പഠിക്കണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് അവിടെ പഠിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് പഠിത്തം മാത്രമല്ല, എനിക്ക് വേറെ രീതിയിലും ഐ വാണ്ട് എനിക്കൊരു ചേഞ്ച് ആവശ്യമാണ് എന്നുള്ളത് ഞാൻ തന്നെ തീരുമാനിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഐ വാണ്ട് ടു ചേഞ്ച് ദി സ്കൂൾ, ഞാൻ സ്കൂൾ മാറാം. ആ ഒരു സമയം എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സിന്റെ ഒരു ചുറ്റുവട്ടത്ത് നിൽക്കുന്ന സമയമല്ലേ. പക്ഷെ ആ ഒരു സമയത്തും ഞാൻ അങ്ങനെ ഭയങ്കര ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തു, സ്കൂൾ മാറാന്നുള്ളത്. അപ്പൊ ഞാൻ ഈ സ്ട്രോങ് ഡിസിഷൻ ഇങ്ങനെ എടുക്കാനുള്ള കാരണം ഇതാണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല, ആർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്റെ ഉള്ളിൽ ഇതായിരുന്നു ആഗ്രഹം, എനിക്ക് ആ സ്കൂൾ മാറണം, എനിക്ക് എന്നെ ഒന്നുകൂടെ ഐ വാണ്ട് ടു ഔട്ട്ഗ്രോ മോർ എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാനപ്പോൾ സ്കൂൾ മാറിയപ്പോൾ എന്റെ ഫ്രണ്ട്സ് ആരൊക്കെ എന്നോട് ചോദിച്ചു, എന്തിനാണോ താൻ സ്കൂൾ മാറുന്നതെന്നൊക്കെ. അവരൊക്കെ ഇങ്ങനെ വിഷമിച്ച് ചോദിച്ചൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ബട്ട് സ്റ്റിൽ ഐ ചേഞ്ച് ദ സ്കൂൾ. ആ സ്കൂൾ ചേഞ്ച് ചെയ്തതും ഞാൻ ആള് ഫുള്ളായിട്ട് ചേഞ്ച് ആയി. ഞാൻ ഇന്ന് വരെ, അന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ലൈക്ക് ഞാൻ പറയുന്ന വേറൊന്നുമല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ എനിക്ക് പങ്കുചേരണം. അത് എനിക്ക് ആ പഴയ സ്കൂളിൽ എന്തൊക്കെയോ കൊണ്ടോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഞാൻ ഈ സ്കൂൾ മാറിയതും ആ സ്കൂളിന്റെ ഒരു യൂത്ത് ഫെസ്റ്റിവൽ വരാനായിട്ട് ഞാൻ നോക്കിയിരുന്നു. ഇങ്ങനെ കയറ് അഴിച്ചു വിട്ട പോലെ ആയിരുന്നു കേട്ടോ. ഞാൻ അന്ന് ചേരാത്ത പരിപാടികളില്ല. ലൈക്ക് ഇംഗ്ലീഷ് റെസിറ്റേഷൻ, മലയാളം റെസിറ്റേഷൻ, മോണാക്ട്, ഫാൻസി ഡ്രസ്സ്, ഡ്രാമ, ഞാൻ ചുമ്മാ പറയല്ലോ, സത്യമാണ് കേട്ടോ. ഡ്രാമ, ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ് ഞാൻ ചെയ്തില്ല, കാരണം ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല. ഡാൻസ് പഠിക്കാൻ കൊതിയായിരുന്നു, ഡാൻസ് പഠിച്ചിട്ടില്ല. ഗ്രൂപ്പ് ഡാൻസ്, ഇത്രയും മാപ്പിളപ്പാട്ടില്ല, ഇത്ര ഐറ്റംസിന് ഞാൻ ഒറ്റയടിക്ക് പേര് കൊടുത്ത് എല്ലാത്തിനും ചേർന്ന് എല്ലാത്തിനും ഏകദേശം മൂക്കിലെ രാജ്യത്തെ മുറുമുക്കൻ രാജാവ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. എല്ലാത്തിനും 1-2 പേരൊക്കെ കാണത്തുള്ളൂ. അപ്പൊ എനിക്ക് ഒന്നില്ല ഫസ്റ്റ് അല്ല സെക്കൻഡ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ എനിക്ക് കൺസലേഷൻ പ്രൈസ്, അങ്ങനെ ഒരു അപ്പൊ മൊത്തത്തിൽ ഞാൻ ആളങ്ങ് തിരിഞ്ഞു പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ പഴയ ഫ്രണ്ട്സ് ഉള്ളൂ, എന്റെ പഴയ സ്കൂളിലെ ഫ്രണ്ട്സ്. അപ്പൊ തന്നെ നമ്മൾ ട്യൂഷൻ ക്ലാസ് ഒരുമിച്ച്. അപ്പൊ അവരെ കാണുമ്പോഴത്തേനും അവർ എന്നോട് ചോദിക്കും, എടോ താൻ എന്താടോ പഴയ അവിടെ ഇതിനൊന്നും ചേരാഞ്ഞ എന്താടോ,
താൻ ഇങ്ങനെ ആയിരുന്നോടോ, താൻ എന്തായിരുന്നോടോ ഒന്നും ചേരാത്തെന്ന് അവരെന്നോട് ചോദിക്കും കേട്ടോ. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. എന്റെ ഉത്തരം ഇന്നും എനിക്ക് അതിന് ഉത്തരവില്ല. ഉത്തരം ഇല്ലെന്ന് വെച്ചാൽ ഉത്തരം ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് എന്തോ എനിക്ക് ഉത്തരവില്ല. ഓക്കെ, അങ്ങനെ ഒരു ചേഞ്ച് വന്നു. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ പിന്നെ മൊത്തത്തിൽ തിരിഞ്ഞു മറിഞ്ഞങ്ങ് പോയി. അപ്പൊ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താന്ന് വെച്ചാൽ, എനിക്ക് സംഭവിച്ച ഈ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് ഞാൻ ഈ പറയുന്ന കാര്യമുണ്ടല്ലോ, എന്റെ ഈ പ്രായത്തിലും ഞാൻ അതിങ്ങനെ പൊക്കി പിടിച്ച് ഇങ്ങനെ റെഡ് ഫ്ലാഗുമായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു കാര്യമുണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരു കുട്ടീനെ ഏതെങ്കിലും രീതിയിൽ ടാർഗറ്റ് ചെയ്യുമ്പോൾ, ഏതെങ്കിലും രീതിയിൽ വിഷമിപ്പിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ നിങ്ങളൊരു ഡയലോഗ് പറഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞത് അറിയുന്ന പോലും ഉണ്ടാകത്തില്ല. പക്ഷെ ആ കൊച്ചിന്റെ മനസ്സിനെ അത് എന്തോരം വിഷമിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വലിയൊരു സത്യം. കാരണം ഞാൻ ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഇവിടെ ഇരുന്ന് ഇങ്ങനെ എനിക്ക് ഇന്നൊരു ദിവസം 24 hours അല്ല നാളെയും കൂടെ വേണം എനിക്ക് പറയാൻ പറ്റും ഇതിനെക്കുറിച്ച്. അത്രയ്ക്ക് എനിക്ക് പറയാനുണ്ട് ഇതിനെക്കുറിച്ച്. കാരണം അതൊരു ഭയങ്കര സംഭവമാണ്. ഇന്നും ഞാൻ ഈ പ്രായത്തിൽ എനിക്ക് അത് തരുന്ന ഇമ്പാക്ട് എത്രത്തോളം ആണെന്നുള്ളത് എനിക്കറിയാം. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ എല്ലാ ദിവസവും ഇതിരുന്ന് അന്ന് അവരെന്നെ കളിയാക്കി എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, ഒരിക്കലും അങ്ങനെയല്ല. പക്ഷെ എവിടെയൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെയൊക്കെ ചില മൊമെന്റ്സിൽ ഞാൻ സ്റ്റക്കായി പോകാറുണ്ട്. ലൈക്ക് അത് എന്നും നമുക്ക് മനസ്സിലേറ്റ മുറിവെന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു മുറിവ് തന്നെയാണ്. അതിനൊരു ഉദാഹരണമാണ് ആ മുറിവ് എന്നൊരു മുറിവാണെന്നുള്ളതിന് ഉദാഹരണമാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ. ആരെങ്കിലും ഈവൻ ലൈക്ക് എന്റെ യൂട്യൂബ് വീഡിയോസിന്റെ കമന്റ്സിൽ എത്ര എന്നെ പൊക്കി പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഒരാൾ പറയുവാണ് നല്ല രസം ഉണ്ടായിരുന്നു സംസാരിക്കുന്നത് കേൾക്കാൻ, അല്ലെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് അങ്ങനെ പറയുമ്പം ദാറ്റ് ഗീവ്സ് മി ലോട്ട് ഓഫ് ഹാപ്പിനെസ്. അത് എനിക്ക് ലോട്ട് ഓഫ് ഹാപ്പിനെസ് തരുന്നത് തന്നെ അതിന്റെ അർത്ഥം തന്നെ ഐ സ്റ്റിൽ ഹാവ് ദാറ്റ് ചൈൽഡ്ഹുഡ് ട്രോമ എവിടെയൊക്കെ ഉണങ്ങാതെ ഇങ്ങനെ ഇരിപ്പുണ്ടെന്നുള്ളതാണ്. മനസ്സ് ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് അങ്ങ് പെട്ടെന്നൊന്നും ഉണങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് ഇപ്പം ഭയങ്കര എന്താ പറയുന്ന ട്രോമ ട്രീറ്റ്മെന്റ് സൈക്കോളജിക്കലി ഒക്കെ മെഡിറ്റേഷൻ അങ്ങനത്തെ പരിപാടികൾ കാണുമായിരിക്കും. ബട്ട് ഫ്രം മൈ എക്സ്പീരിയൻസ് വാട്ട് ഐ ഫീൽ ഇസ് ലൈക്ക് നമുക്ക് അത് നമുക്ക് ബാലൻസ് ചെയ്ത് നമുക്ക് ജീവിച്ചുകൊണ്ട് പോകാൻ പറ്റും. പക്ഷെ എന്തിനാണ് നമ്മൾ ബാക്കിയുള്ളവർക്ക്, എസ്പെഷ്യലി നമ്മൾ കുട്ടികൾക്ക് എന്തിനാണ് മുറിവ് ഉണ്ടാക്കുന്നത്? നമുക്ക് നമ്മളായിട്ട് ഒരാൾക്ക് മുറിവ് ഉണ്ടാക്കാണ്ടിരിക്കുക, എസ്പെഷ്യലി കിഡ്സിന് അവരെ വിഷമിപ്പിക്കാണ്ടിരിക്കുക. അപ്പൊ ഈ ചൈൽഡ്ഹുഡ് ട്രോമ ഉള്ളത് കാരണം ഐ സ്റ്റിൽ ലിവ് ഇൻ ദാറ്റ് ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയാൻ കാര്യം എന്താന്ന് വെച്ചാൽ, ഇന്നിപ്പം ഞാനൊരു ചൈൽഡ് അല്ല. അന്ന് ഞാൻ ഉണ്ടായിരുന്ന ട്രോമയിലും ഉണ്ടായിരുന്ന ആ പ്രായത്തിൽ ഒരു കൊച്ചു എനിക്കുണ്ട്. അവനിപ്പോ 7 വയസ്സാണ്. അപ്പൊ ഐ എം എ ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായ ഒരു പേരന്റ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു ഇച്ചിരി വട്ടുള്ള ഒരു പേരന്റാന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഇവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോ തൊട്ട് എനിക്കിങ്ങനെ ടെൻഷനാണ്. അപ്പൊ ഏകദേശം പിന്നെ ഞാൻ സ്കൂളിൽ പോയ ഒരു അവസ്ഥയാണ് എനിക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, കിൻഡർ ഗാർഡനിൽ പോകാൻ തുടങ്ങിയപ്പോ തൊട്ട് ഇവനിങ്ങനെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഇവനിങ്ങനെ വീക്ഷിക്കും. ഓക്കെ അല്ലേ, ഇവന് ആരെങ്കിലും എന്തെങ്കിലും ട്രോമ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ആയിരിക്കും എന്റെ ചിന്ത. അപ്പൊ ഞാൻ ഇങ്ങനെ പോയിരുന്ന് ചോദിക്കും, കുച്ചു എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള്, ഹൗ വാസ് യുവർ ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു, നിന്നെ വിഷമിപ്പിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ, ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പൊ എല്ലാ പേരൻസും ഇങ്ങനെയൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷെ ഞാൻ കുറച്ച് ഇങ്ങനെ ഒരു ഓവറാക്കി ചോദിക്കും. എന്ന് വെച്ചാൽ ലിറ്ററലി ചിലപ്പോൾ ഒരു ദിവസം 2 തവണയൊക്കെ ചോദിക്കും. ഞാൻ ഇങ്ങനെ കിഴിഞ്ഞ് ചോദിക്കും. അവസാനം കിൻഡർ ഗാർഡനിലും 1ാം ക്ലാസ്സിലൊക്കെ വരെ അവന് വലിയ ബോധമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ അവൻ 2ാം ക്ലാസ്സിലായി. ഇപ്പൊ 7 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അവൻ അത്യാവശ്യം ബോധമായി. അപ്പൊ അവൻ നോക്കുമ്പോ ഈ പെണ്ണുമ്പിള്ള എല്ലാ ദിവസവും ഇത് തന്നെ, സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് എന്ത് പറഞ്ഞു, ഇത് തന്നെ ചോദ്യം. അപ്പൊ ഇതിന് കഴിഞ്ഞ ദിവസം അവൻ എന്നോട് ചോദിക്കുക, വാട്ട് ഈസ് യുവർ പ്രോബ്ലം, വൈ യു ആർ ആസ്കിങ് ദ സെയിം ക്വസ്റ്റ്യൻ എവറി ഡേ, വേറെ ഒന്നും ചോദിക്കാനില്ലേ, എല്ലാ ദിവസവും എന്തിനാ ഇത് തന്നെ ചോദിക്കുന്നതെന്ന്. അപ്പൊ ഞാനും ഇങ്ങനെ ആലോചിച്ചു, എന്തിനാണ് ഞാൻ ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് ഇത്ര ഉത്തരവേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓർത്തു എന്റെ ഉത്തരം ഇവനങ്ങ് പറഞ്ഞു കൊടുക്കാം. ഞാൻ പറഞ്ഞു, മോനെ വേറൊന്നും കൊണ്ടല്ല, നിന്റെ അമ്മയ്ക്ക് നിന്റെ പ്രായത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് കാരണമാണ് ഞാൻ ഇങ്ങനെ നിന്നോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പത്തേന് സത്യം പറഞ്ഞാൽ അവൻ പറയും, യു സില്ലി, നിങ്ങൾ എന്തൊരു സില്ലി വുമൺ ആണ്, ഇതിനിങ്ങനെ ചെറിയ കാര്യത്തിലൊക്കെ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ പോലെ വട്ടവനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഹാപ്പിയാണ്, ഐ എം ഹാപ്പി ദാറ്റ് നീ അമ്മയുടെ പോലെ ഇമോഷണലി ഒരു പ്രശ്നമുള്ള കുട്ടിയല്ല, നീ ഇമോഷണലി സ്ട്രോങ് ആണ് എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ അമ്മയുടെ പോലെ തന്നെ ഇമോഷണലി സ്ട്രോങ് അല്ലാത്ത ഒത്തിരി കുട്ടികൾ നിന്റെ ചുറ്റിനും കാണും. അത് കാരണം നീ എനിക്കൊരു വാക്ക് തരണം, നീ സ്കൂളിൽ പോകുമ്പം നീ ഒരു വിധത്തിലോ ഒരു കൊച്ചിനെ ഒന്നും പറഞ്ഞ് കളിയാക്കത്തില്ല. ലൈക്ക് ഈവൻ ഇഫ് ലൈക്ക് അവര് കറുത്തിരിക്കുവാണ്, വെളുത്തിരിക്കുവാണ്, മെലിഞ്ഞിരിക്കുവാണ്, തടിച്ചിരിക്കുവാണ്, അല്ലെങ്കിൽ മിണ്ടുന്നില്ല, മിണ്ടാത്ത കുട്ടിയാണ്, അല്ലെങ്കിൽ ഇവിടെ മിണ്ടാത്ത പിള്ളേരെ അവരിങ്ങനെ പറയും, ഹീസ് ഡംപ്, ഷീസ് ഡംപ്.
ഒന്നും മിണ്ടത്തില്ല, ഷീസ് വെരി സില്ലി അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കും കേട്ടോ ഇവിടുത്തെ പിള്ളേർ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമല്ലോ കുട്ടികൾ, നീ ഒരിക്കലും അങ്ങനെ പറയത്തില്ല, കാരണം നിന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കാരണം നീ എനിക്ക് വാക്ക് കാരണം അങ്ങനെ പറയത്തില്ല. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു വാക്ക് മേടിച്ചിട്ടുണ്ട്, അവൻ ആരെയും കളിയാക്കത്തില്ല. പിന്നെ 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 എനിക്ക് മനസ്സിലായി ഇവൻ ആരുടെയും കളിയാക്കൽ കേട്ടാലും ഇവന് വലിയ വിഷയം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് കാരണം ഞാൻ പിന്നെ എന്റെ ചോദ്യം തിരിക്കാൻ തുടങ്ങി, നീ ആരെയും കളിയാക്കില്ലല്ലോ അല്ലേ എന്നുള്ള രീതിയിൽ. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, യു ഡോണ്ട് വറി, ഐ എം നോട്ട് ഗോയിങ് ടു, ആരെയും കളിയാക്കൊന്നും പോകുന്നില്ല എന്ന്. അത് കാരണം അങ്ങനെ മനസ്സിലായില്ലേ. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, എന്റെ ചൈൽഡ്ഹുഡ് ട്രോമ കാരണം ഞാൻ സ്റ്റിൽ ലിവ് ഇൻ സംവെയർ, ഐ എം ലിവിങ് ഇൻ ദാറ്റ് 7-year-old നീ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലപൊക്കി വരും, തലപൊക്കി വരാറുണ്ട് എന്നുള്ളതിന് വേറൊരു ഉദാഹരണം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ പറയല്ലോ, എന്റെ ഒരു 10ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ ഞാനൊരു മൊത്തത്തിൽ, ഇപ്പൊ കുച്ചുവിന്റെ ഒക്കെ സ്കൂളിലെ ഭാഷയിൽ പറയുവാണെങ്കിൽ എ ഡം കിഡ്, മൊത്തത്തിൽ ഒരു സില്ലി, മൊത്തത്തിൽ ഒരു ഷൈ, ഒരു 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 ഗുണമില്ലാത്ത, അങ്ങനെയൊക്കെ ആയിരുന്നു എന്നെ കുറിച്ച് എന്റെ ഒരു അഭിപ്രായം. എനിക്ക് തോന്നിയതും അങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് തോന്നുന്നതെന്ന് എനിക്ക് തോന്നിയതും ഒക്കെ. അപ്പൊ ആ കാലഘട്ടത്തിൽ എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാര് ഞാനൊരു 1-2 വർഷം മുന്നേ കണ്ടു. അപ്പൊ ഇവർക്ക് എനിക്ക് വന്ന ഈ മാറ്റം ഇവര് അറിഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ കുറെ നാൾ വരെ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ +2 പോയി, പിന്നെ കോളേജൊക്കെ വേറെ വേറെ സ്ഥലത്ത് പോയി, പിന്നെ നമ്മൾ വീട്ടിൽ വരുന്ന അവധിക്കൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഇവരുമായിട്ടൊന്നും അധികം ഇന്ററാക്ട് ചെയ്യുന്നൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ തല തിരിഞ്ഞു എന്നുള്ളത് തല തിരിഞ്ഞു എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ആൾക്കാർ മനസ്സിലാക്കിയത് എപ്പോഴാന്ന് വെച്ചാൽ, ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ നോക്കുമ്പോൾ ഇതെന്ത് സംഭവിച്ചു, ഈ കൊച്ചിന് ഇതെന്ത് സംഭവിച്ചു. അപ്പൊ ഇവരെന്നെ കാണുമ്പോഴത്തേന് അവര് എന്നോട് ചോദിക്കുകയാണ്, എന്തേലും പറ്റിയോ, പണ്ടിങ്ങനെ ആയിരുന്നില്ലല്ലോ, എന്തോ ഒരു തലക്കടി കിട്ടിയ പോലെയുള്ള ഒരു രീതിയിലുള്ള സംസാരം. അപ്പൊ അവർക്ക് ദേ ആർ ക്യൂരിയസ്, എങ്ങനെയാണ് ഇങ്ങനെ മാറിയതെന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ എനിക്ക് ആ ചോദ്യം ഉൾക്കൊള്ളാൻ പറ്റാറില്ല എന്നുള്ളതും, വീണ്ടും ഞാനൊരു ട്രോമയിൽ ജീവിക്കുന്നുണ്ട്, സ്റ്റിൽ സംവെയർ ദ ട്രോമ എന്നിലുണ്ടെന്നുള്ളതിന് ഉദാഹരണമാണ്. കാരണം അവരിങ്ങനെ ചോദിക്കുമ്പോൾ ഐ ഗെറ്റ് ഇറിറ്റേറ്റഡ് റിയലി. അപ്പൊ ഞാൻ ആ ചോദ്യം ഒഴിവാക്കും, എങ്ങനെയെങ്കിലൊക്കെ ഒഴിവാക്കും. ഞാൻ പറയും അതങ്ങനെ എന്ന് പറയും. പക്ഷെ അവരത് വിടത്തില്ല, അവരെന്ത് ചെയ്യും, വീണ്ടും ചോദിക്കും, എങ്കിലും ഇങ്ങനെ മാറിയത്. അപ്പൊ ഞാൻ പറയും അങ്ങനെ അങ്ങ് മാറി എന്ന് പറയും. പക്ഷെ എങ്കിലും അവരിങ്ങനെ ഒരു സംശയത്തിന്റെ നിഴലിൽ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടാലും പക്ഷെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അന്ന് ഒരു ദിവസം, അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും എന്റെ ആ ദിവസം പോക്കാണ്. പിന്നെ എനിക്ക് ആരോടും മിണ്ടാൻ പറ്റാറില്ല. ഞാൻ എങ്ങനെയോ ഞാൻ തിരിച്ച് ആ പഴയ കാലഘട്ടത്തിലോട്ട് പോയ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്, മനസ്സിലായില്ലേ. അപ്പൊ അതാണ് നമുക്ക് വൺസ് ഒരു ട്രോമ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഞാനിവിടെ എന്നെ അവരത് പറഞ്ഞതോർത്ത് കളിയാക്കി ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്തിനാണ് അതിന്റെ ആവശ്യം, നമ്മളായിട്ട് വേറൊരാൾക്ക് ട്രോമ ഉണ്ടാക്കാണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്നും ഏതെങ്കിലും എല്ലാ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്നും കളിയാക്കരുത് എന്നുള്ള പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് ഇത്. അവസാനം ഞാൻ ഇതങ്ങ് മലയാളത്തിൽ പറഞ്ഞു പിടിപ്പിച്ചു. എത്ര നാളായി ഞാൻ ഈ സംഭവം കൊണ്ട് നടക്കുന്ന അറിയോ. ഇംഗ്ലീഷ് പല രീതിയിൽ ഞാൻ പറഞ്ഞു നോക്കി. എന്തായാലും ഇത് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് കണ്ണുനീരൊന്നും ഒഴിക്കാണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റി, കോമഡി ആക്കി പറയാൻ പറ്റി. സാറിന് ഞാൻ ഈ ടോപ്പിക്ക് പറയുമ്പോൾ ഞാൻ കുറച്ചങ്ങ് ഇമോഷണൽ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കരയൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് വലിയ കരച്ചിലൊന്നും ഉണ്ടായില്ല. എനിവേ, അപ്പൊ എന്നെ കാണുന്നത് എത്ര പേര് ഇത് കാണുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ കാണുന്നവരൊക്കെ, നിങ്ങളിപ്പം നിങ്ങളുടെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കാൻ മാത്രമല്ല, നിങ്ങളും കളിയാക്കാണ്ടിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്റെ കൊച്ചിലെ അന്ന് കുറച്ച് പിള്ളേര്, അവരുടെ 7 വയസ്സുള്ള പിള്ളേർ, അവർക്ക് എന്ത് ബോധമുണ്ട്, അവരെന്തോ പറഞ്ഞിട്ട് അവർ പോയി. പക്ഷെ അതിൽ കൂടുതൽ അത് കഴിഞ്ഞിട്ട് അത് സ്റ്റാർട്ടിങ് മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ കൂടുതലും വിഷമിപ്പിച്ചത് വലിയ വലിയ ആൾക്കാർ, ഈവൻ ലൈക്ക് പറയുന്ന ഓരോരോ ഡയലോഗ്സ് ഒക്കെ ആയിരുന്നു. പഴം വായിൽ നാക്കുണ്ടോ, പഴം വിഴുങ്ങിയിരിക്കുവാണോ, അവളോടൊന്നും ചോദിച്ചിട്ടൊരു കാര്യമില്ല, ഒന്നും മിണ്ടാവുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള നമ്മളിങ്ങനെ താത്തി കെട്ടുന്ന രീതിയിലുള്ള സംസാരം, അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരം നമ്മൾ കുട്ടികളോടൊന്നുമല്ല, ആരോടും നമുക്ക് അങ്ങനെയൊന്നും സംസാരിക്കാതിരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഈ ചൈൽഡ്ഹുഡ് ട്രോമ ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായത് കാരണം എനിക്കുണ്ടായ ഒരു ഗുണം എന്താണെന്നറിയോ, ഞാൻ കൂടുതൽ ആൾക്കാരോട് കുറച്ചുകൂടെ എമ്പതറ്റിക് ആയിട്ട് എനിക്ക് പെരുമാറാൻ പറ്റാറുണ്ട്. ഞാനായിട്ട് എനിക്ക് ഉറപ്പാണ്, ഞാൻ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ആരെങ്കിലും വിഷമിപ്പിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ചൊറിയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ എൻ്റെ ബിബിനെ ആയിരിക്കും, എൻ്റെ ഹസ്ബൻഡിനെ ആയിരിക്കും. അതല്ലാണ്ട് ഞാൻ അങ്ങനെ മനഃപൂർവ്വം ആരെയും അങ്ങനെ കളിയാക്കാനോ ഒന്നും ശ്രമിക്കാറില്ല എന്നല്ല, എന്നെ കൊണ്ട് അതിന് പറ്റത്തില്ല. കാരണം അതിന്റെ ഒരു എഫക്റ്റ് എന്താന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട്
ഐ എം മോർ എംപത്തറ്റിക് ടുവേർഡ്സ് അതർ പീപ്പിൾ. അതാണ് എനിക്ക് ഈ ഒരു ട്രോമ ഉണ്ടായിട്ടുള്ള ഒരു ഗുണം. അത് കാരണം എനിക്ക് ദോഷം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ എംപത്തറ്റിക് ആകുമ്പോഴത്തേനും ബാക്കിയുള്ളവർ നമ്മുടെ തലയിൽ കയറും. അത് വേറൊരു കാര്യം. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും. അപ്പൊ ചൈൽഡ്ഹുഡ് ട്രോമയ്ക്ക് നല്ല വശം ഉണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം അത്രേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടി പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് പറഞ്ഞിട്ട് തീരുന്നില്ല. ഇനി എനിക്ക് അങ്ങ് പറഞ്ഞു പോകാൻ പറ്റും, പക്ഷെ അത് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പൊ ഞാൻ ഇത് ഇവിടെ നിർത്തുവാണ്. അപ്പൊ ട്രൈ ടു ബി എംപതറ്റിക് ടു ഹ്യൂമൻ ബീയിങ്സ്, എസ്പെഷ്യലി ടു കിഡ്സ് അറൗണ്ട് us. അവരെ ഒരിക്കലും നിങ്ങൾ ആരും വിഷമിപ്പിക്കത്തില്ല എന്നുള്ളത് എനിക്ക് വാക്ക് തന്നിട്ട് അങ്ങനെയൊന്നുമല്ല. വിഷമിപ്പിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രമിക്കൂ. അപ്പൊ സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.